ഉള്ളവർ ഇപ്പോൾ തന്നെ ഞാൻ അങ്ങനെ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാനൊരു ലോണൊക്കെ എടുത്ത് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് ഞാനിവിടെ, കാരണം എനിക്ക് അതാണ് അവർ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. സോ അതിനൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്. So hi guys, let me introduce myself. I'm Hanna, a first year med student at Samarkand State Medical University, Uzbekistan. And basically ഞാൻ നമ്മുടെ നാട്ടിൽ കൊല്ലത്തുനിന്നാണ്. കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയായിരിക്കും, കാരണം നേരത്തെ റീൽസും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അവർ തന്നെ അയച്ചിട്ടുള്ള മെസ്സേജാണ്, എന്താണ് ഇത്താ വീഡിയോസ് ഒന്നും ഇല്ലേ, കുറേ നാളായല്ലോ കണ്ടിട്ട്, യൂട്യൂബിലൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടൂടെ എന്ന്. ശരിയാണ്. സോ എന്നെ അറിയാത്തവർക്ക് ഞാനൊന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. ഞാൻ 2023 പ്ലസ് ടു കഴിഞ്ഞ് 2023 to 25 ബ്രില്യൻ പാല സ്റ്റുഡൻ്റ് ആയിരുന്നു. 2 ഇയർ റിപ്പീറ്റ് ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നീറ്റ് MBBS ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നേരെ എബ്രോഡേക്ക് വന്നതാണ്, ഇവിടെ ഉസ്ബെക്കിസ്ഥാൻ സമർക്കന്ദിലെ. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ സമർക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ MBBS ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഡേ ബിഫോർ യെസ്റ്റർഡേ നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ മുതൽ സെക്കൻഡ് സെമിസ്റ്റർ. നാളെ ഇൻ ദ സെൻസ് ഞാനിത് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇന്ന് ഞാനിപ്പോൾ സൺഡേ ആണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മൺഡേ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, വിച്ച് ഈസ് ഐ തിങ്ക് ടുമോറോ ഈസ് 9th ഫെബ്രുവരി മുതൽ ക്ലാസ് സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാം, കാരണം കുറേ പേര് പറയുന്നുണ്ട് വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, വീഡിയോ എടുത്തൂടെ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ആഗ്രഹമുണ്ട്. ബട്ട് യു നോ വൺ തിങ്, നമ്മളൊരു പുതിയ കൺട്രിയിൽ വരുന്നു, പുതിയ കുറേ കൾച്ചർ, പുതിയ ഫുഡ്, പുതിയ പീപ്പിൾ, പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് ടൈം വേണമായിരുന്നു. ആൻഡ് നൗ ഐ എം ഓക്കെ ഹിയർ, ഐ എം ഗുഡ് ഹിയർ. ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും കൂടുതൽ ലൈഫ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലും എങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നൊക്കെ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ. സോ ഞാൻ ഇന്ന് പറയാൻ വന്ന കണ്ടൻറ്റ്, ഇനിയിപ്പോൾ നമ്മുടെ നീറ്റ് മക്കൾക്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐ തിങ്ക് ദാറ്റ് May 3rd അല്ലേ, May 3rd എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്യാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്യും, ഇനി വരും ദിവസങ്ങളിൽ ചെയ്യും എന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ നീറ്റ് ആസ്പിറൻസ് ജൂനിയേഴ്സിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിക്ക് പഠിക്കുക. അറിയാമല്ലോ നീറ്റ് ടഫ്നെസ് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയാമല്ലോ. സോ നല്ലോണം പഠിക്കുക, നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഒരു 2 to 3 months അല്ലേ, നമ്മുടെ മെയിലാണ് എക്സാം. സോ ഇപ്പോൾ ഫെബ്രുവരി ആയി. സോ മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ, അപ്പോൾ കുറച്ച് മാസങ്ങളും കൂടെ ഉള്ളൂ. സോ നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കുക. ആൻഡ് ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ട് എബ്രോഡ് ചൂസ് ചെയ്തു. സോ എബ്രോഡ് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നാട്ടിൽ എനിക്ക് MBBS തന്നെ പഠിക്കണം എന്ന് പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു. എൻ്റെ ഭയങ്കര വലിയൊരു പാഷനായിരുന്നു. ഐ വോണ്ട് ടു സ്റ്റഡി MBBS. സോ ഏത് കോഴ്സ് പഠിക്കണം എന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ചിലവരൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, 10th കഴിഞ്ഞ് പ്ലസ് 2 കഴിഞ്ഞൊക്കെ ഏത് കോഴ്സിന് പോകണം, കാര്യങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ബട്ട് ഐ എം നോട്ട് കൺഫ്യൂസ്ഡ്. കാരണം എനിക്ക് പണ്ട് മുതലേ എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് നല്ല രീതിക്ക് പഠിച്ച് നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ MBBS മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കിട്ടിയില്ല. ആൻഡ് പഠിച്ചോണത്തിന് വിധിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. ഓക്കെ, അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഞാൻ എബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാണ് എബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ കാരണം ഒന്നുമില്ല. എനിക്ക് ആക്ച്വലി ഞാൻ നീറ്റ് പ്രിപ്പയർ ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ കുറേ ശബ്ദങ്ങൾ ഉണ്ടാവും. സോ പ്ലീസ് ഫോർഗീവ് ഫോർ മീ ദാറ്റ്. ഓക്കെ, പിന്നെ എനിക്ക് ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അത് ഐസ്ക്രീം കുടിച്ചതിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, എനിക്കിത് പറ്റുമോ, ഞാൻ ഒന്നാമത്തെ കാര്യം ഭയങ്കര ഹോം സിക്കായിട്ടുള്ള ഒരാളാണ്. അപ്പം അതിൻ്റെ കൂടെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. ബട്ട് നൗ ഐ എം ഓക്കെ, എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഞാൻ നീറ്റ് എക്സാം കഴിഞ്ഞ് നിന്ന സമയത്ത് എനിക്ക് നാട്ടിൽ MBBS കിട്ടൂല എന്നായി. അങ്ങനെ ഞാൻ എബ്രോഡ് നോക്കാൻ തുടങ്ങി. ആൻഡ് ഞാൻ എബ്രോഡ് ചൂസ് ചെയ്തു, ഇവിടെ വന്നു. ആൻഡ് എനിക്ക് അത്രയ്ക്കൊന്നും ഉറപ്പില്ലായിരുന്നു വെദർ ദാറ്റ് ഐ വിൽ കം ടു ഹിയർ ഓർ നോട്ട്. കാരണം എനിക്ക് അഡ്മിഷൻ കിട്ടുമെന്നോ എൻ്റെതെല്ലാം ശരിയാവുന്നു ഒന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു. ലാസ്റ്റ് ടൈമിലാണ് ഇങ്ങോട്ടേക്ക് വരാമെന്നും. ആൻഡ് അത് നമ്മുടെ ഹോസ്റ്റലിലെ വലിയൊരു പുള്ളിക്കാരനാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഇരുന്ന പ്ലേസിൽ അത്യാവശ്യം കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ മെസ്സിലോട്ട് വന്നിരിക്കുകയാണ്. ഐ തിങ്ക് ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് ഈസ് ഓക്കെ, കാരണം ഇവിടെ നമ്മുടെ കൾച്ചറൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കുറച്ച് നമ്മുടെ സീനിയേഴ്സൊക്കെ വന്നിട്ട് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെസ്സിൽ നമ്മുടെ ചെയേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് മേളിൽ വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഫ്രഷേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്,
വൈറ്റ് കോട്ട് സെറമണി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാക്സിമം നമ്മളിവിടെ എൻജോയ് ചെയ്ത് പഠിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ കോർ കണ്ടൻറ്റ് ഞാനിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈസ് എബ്രോഡ് MBBS വർത്ത് ഇറ്റ്? ആരൊക്കെ എബ്രോഡിൽ വന്ന് പഠിക്കണം, MBBS ആരൊക്കെ പഠിക്കണം എന്നൊക്കെയാണ്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ IMGs പൊതുവേ ഒരു ധാരണയുണ്ട്, IMGs പൊതുവേ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്, FMGs ഒന്നും പഠിക്കുന്നില്ല, അവർക്കൊന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് നാട്ടിലത്തെ പോലെ 19 സബ്ജക്ട്സ് ഇവിടെ പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് FMGE എന്നൊരു എക്സാം, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം നമ്മൾ എഴുതണം. അപ്പോൾ അത് അത്യാവശ്യം നല്ല, ഇപ്പോൾ ഒരു PG ലെവലൊക്കെ ആയിട്ടുണ്ട് ആ എക്സാം. സോ അത് അത്യാവശ്യം നല്ല ടഫ് എക്സാം തന്നെയാണ്. അപ്പോൾ നമ്മൾ അതും ക്ലിയർ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇൻറ്റേൺഷിപ്പിന് കുറേ ലാഗ്, പിന്നെ അതുകൂടാതെ ഇൻറ്റേൺഷിപ്പിന് സ്റ്റൈഫൻഡ് ₹1 പോലും ഇല്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് നമ്മളെ ഈ FMGsനോട് കാണിക്കുന്നത്. സോ അതൊക്കെ ഇനി മാറുമെന്ന് പ്രതീക്ഷിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ. സോ പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു വട്ടമെങ്കിലും നിങ്ങൾ നീറ്റ് ട്രൈ ചെയ്യണം. ഇവിടെ ഇപ്പോൾ നീറ്റ് എക്സാം ക്വാളിഫൈ ആയവരും നീറ്റ് എക്സാം എഴുതാത്തവരും ഇവിടെ വരുന്നുണ്ട്. അപ്പം നീറ്റ് എക്സാം എഴുതാത്തവർക്ക് എന്തായാലും നാട്ടിൽ പോയി FMG എഴുതാൻ പറ്റത്തില്ല. പക്ഷേ നീറ്റ് എക്സാം എഴുതി വരുവാണെങ്കിൽ FMG എഴുതാൻ പറ്റും. അല്ലാത്തവർക്ക് പ്ലാബ്, USMLE, പിന്നെ DHA എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവർക്ക്. അതൊക്കെയാണ് ഈ FMGEൻ്റെ അല്ലെങ്കിൽ FMGsൻ്റെ പോസിബിലിറ്റീസ്. ഇനി നമ്മൾ ഈ എബ്രോഡ് MBBS ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റീസൊക്കെ ചൂസ് ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് നമുക്കിപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസൊക്കെ ബാൻഡാണ് NMC റൂൾസിൽ. സോ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. പിന്നെ ആൻഡ് ടു ബി ഓണസ്റ്റ്, എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ നീറ്റിന് പഠിക്കുന്നവർ, നീറ്റ് ആസ്പിറൻസ് ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്, താത്തി എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞുതരുമോ എങ്ങനെ പഠിക്കേണ്ടത്. ആൻഡ് അതൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഐ വിൽ ഗെറ്റ് ഇമോഷണൽ ടു. കാരണം എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് വന്ന് മെസ്സേജ് അയച്ച് എൻ്റെ കാര്യങ്ങൾ തിരക്കാനും ഇവിടെ ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി ഫോർ ദാറ്റ്. അതിനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, അതിനൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആൻഡ് ഞാനിങ്ങനെ പലപ്പോഴും വിചാരിക്കും, കാരണം എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ MBBS പഠിക്കണം എന്ന്. പക്ഷേ എനിക്കതിന് പറ്റിയിട്ടില്ല, പഠിച്ചുകൊണ്ട് അതിന് വിധിച്ചിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്നെ തന്നെ ഡൗട്ട് ചെയ്യും, ഞാൻ കാരണമാണോ അല്ലെങ്കിൽ ഞാൻ പഠിക്കാത്തത് കൊണ്ടാണോ എനിക്കത് കിട്ടാത്തത് എന്നൊക്കെ. പക്ഷേ പിന്നെ ഒന്ന് ആലോചിക്കുമ്പോൾ മേ ബി എനിക്ക് ഗവൺമെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് വേറെ കുറേ കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് നമ്മുടെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്നത് ചിലപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് വേറെ അതിനെക്കാട്ടി നല്ലൊരു കാര്യം നമ്മുടെ കൈ കിട്ടാനായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെ വെച്ച് നമ്മളെ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ നമ്മുടെ നീറ്റ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഡിപ്രഷൻ അടിച്ച് കാര്യങ്ങൾ, പൊതുവേ ഞാൻ നീറ്റിൻ്റെ ഫേസിൽ കുറേ ഡിപ്രഷൻസ് കുറേ ഇൻ ദ സെൻസ് ഞാൻ സൈക്കോളജിസ്റ്റിനെ വരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, സീരിയസ്ലി. അപ്പോൾ അതിൽ നിന്നൊക്കെ ആ ഒരു ഫേസിൽ നിന്നൊക്കെ ഞാൻ കുറേ മാറി, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞു, എല്ലാ എക്സാംസിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നീറ്റിന് നിങ്ങൾക്ക് കൂടുതൽ ഡിപ്രഷനിലോട്ടും, നീറ്റ് ഈസ് ജസ്റ്റ് എൻ എക്സാം. ഓക്കെ, അതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അതിൽ ആർക്കൊക്കെ കിട്ടണം ആർക്കൊക്കെ കിട്ടേണ്ട അത് ഓരോരുത്തരുടെ കാലിബർ വെച്ചൊന്നും അല്ല. അത് മേ ബി നമുക്ക് അത്രയും ഹാർഡ് വർക്ക്, ലക്ക്, എല്ലാവരും പറയും ഹാർഡ് വർക്ക് മാത്രം. നോ, ഞാൻ അതിൽ വിശ്വസിക്കത്തില്ല. ഹാർഡ് വർക്ക് ആൻഡ് ലക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. അറ്റ് ദ സെയിം ടൈം ഹാർഡ് വർക്ക് നമ്മൾ എത്ര ചെയ്യുന്നോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലക്ക് ഉണ്ടായിരിക്കണം. അതങ്ങനെയാണ്. അപ്പോൾ നീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഡിപ്രഷൻ അടിച്ചൊന്നും നടക്കരുത് നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് MBBSനോട് അത്രയ്ക്ക് പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആൾട്ടർനേറ്റീവ് നോക്കുക. ഓക്കെ. പിന്നെ ഇവിടെ വന്ന് എബ്രോഡ് MBBS അല്ലെങ്കിൽ അത് ഭയങ്കര ഈസിയാണെന്നൊന്നും വിചാരിക്കരുത്. അതിനും അതിൻ്റേതായ MBBS നമ്മൾ പൊതുവെ എടുത്ത് നോക്കിയാൽ MBBS ഭയങ്കര ടഫാണ്. MBBSന് കൂടുതൽ ഭയങ്കര വാസ്റ്റ് സിലബസാണ് MBBS പഠിക്കാനായിട്ട്. അപ്പോൾ ഈ FMG അല്ലെങ്കിൽ ഈ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഈസി വേ ഓഫ് ടേക്കിംഗ് MBBS അല്ലെങ്കിൽ ഈസി വേ ഓഫ് ബിക്കമിങ് എ ഡോക്ടർ ഒന്നും അല്ല. ഓക്കെ. അപ്പോൾ അത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇപ്പം ഇവിടെ വന്ന് ഓക്കെ എബ്രോഡ് പഠിച്ച എളുപ്പമായിരിക്കും MBBS എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്, ബട്ട് നോട്ട് ലൈക്ക് ദാറ്റ്. ഓഫ് കോഴ്സ് അങ്ങനല്ല. നമ്മൾ ഈ നാട്ടിൽ പഠിക്കുന്ന 19 സബ്ജക്ട്സ്, ഒരു ഹ്യൂമൻ ബോഡി, അതൊക്കെ തന്നെയാണ് നമ്മളും പഠിക്കുന്നത്. സോ ഇന്ത്യൻ MBBS ഭയങ്കര വാല്യൂ കൂടുതൽ, FMG ഭയങ്കര അങ്ങനൊന്നും ഇല്ല. എവിടെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളവർ നമുക്ക് വേറൊരു രാജ്യത്ത് പോകുമ്പോഴത്തേനും അതിൻ്റെ ലൈസൻസിങ് എക്സാം എഴുതണം. അതേപോലെ തന്നെയാണ് എബ്രോഡ് പഠിച്ചവർ FMG നാട്ടിൽ വരുമ്പോഴത്തേനും അതിൻ്റെ ലൈസൻസിങ് എക്സാം
എക്സാം എഴുതണം. അല്ലാണ്ട് ഇന്ത്യൻ MBBS ഭയങ്കര വാല്യൂ കൂടുതൽ, അല്ലെങ്കിൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് വാല്യൂ കുറവ്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് അവർക്ക് ഭയങ്കര വാസ്റ്റ് സിലബസ്, ഇവിടെ സിലബസ് ഭയങ്കര കുറവാണ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ക്ലിനിക്കൽസ്, ഓക്കെ, ക്ലിനിക്കൽസ് ഇൻ ദ സെൻസ് ഓഫ് കോഴ്സ് ക്ലിനിക്കൽസ് കുറച്ചും കൂടി കൂടുതൽ ഇന്ത്യയിൽ തന്നെയാണ്. അതിന് നമുക്ക് അതിന് നമ്മൾ തർക്കിക്കുന്നില്ല. ഓഫ് കോഴ്സ് ക്ലിനിക്കൽസ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിനിക്കൽസിന് കുറവൊന്നുമില്ല. ഇവിടെയും നമ്മൾ പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്, പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ലാംഗ്വേജ് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ആണെങ്കിൽ ഇവിടുത്തെ ഉസ്ബെക്കി ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ റഷ്യൻ ലാംഗ്വേജ് ആണ്. അതിപ്പോൾ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാനൊക്കെ ഇപ്പോൾ റഷ്യൻ ലെറ്റേഴ്സൊക്കെ പഠിച്ചു. ആ ലെറ്റേഴ്സ് വെച്ചിട്ട് കൂട്ടി വായിക്കാൻ റഷ്യനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് പഠിക്കുന്നുണ്ട്, നമ്മൾ വേറൊരു ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം സിക്നെസ്. എൻ്റെ കേസിൽ ഞാൻ ഭയങ്കര ഹോം സിക്കായിട്ടുള്ള ഒരാളായിരുന്നു. എനിക്ക് ഇവിടെ വന്ന സമയത്ത് പിടിച്ച് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഓക്കെയാണ്, ഞാൻ റെഡിയാണ്. എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. വീട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയും വാപ്പയും ഒരു സ്ഥലത്തന്നെ ഒറ്റയ്ക്ക് വിടത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇവിടെ ഇപ്പോൾ എനിക്ക് പെട്ടെന്നൊരാവശ്യം വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. ആദ്യം ഇവിടെ വന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പോയിട്ട് വഴിയൊക്കെ തെറ്റി എവിടേക്കൊക്കെയോ ആയിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ബസ്സിൽ എങ്ങനെയാണ് പോകേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്, നടന്ന് ഓരോ സ്ഥലത്ത് എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ എവിടെയൊക്കെ പോയാൽ നല്ല ഫുഡ് കഴിക്കാം ഇപ്പം ഏകദേശമൊക്കെ എനിക്കറിയാം. അപ്പോൾ ഓരോ സ്ഥലത്തും അവിടെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ ആ ടൈം നമ്മളതിന് വേണ്ടിയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഇവിടുത്തെ സ്റ്റഡീസ്, ഇവിടുത്തെ പ്രൊഫസേഴ്സ്. ഓക്കെ, പ്രൊഫസേഴ്സ് ഇൻ ദ സെൻസ് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും നമുക്ക് കുറേ PDFs തരും, നമ്മളത് പഠിക്കണം. പിന്നെ നമുക്കിപ്പോൾ സമർക്കന്ദിൽ ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ട്, മലയാളി ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് അനാട്ടമി മലയാളി സാറൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഇന്ത്യൻ ടീച്ചേഴ്സ് കുറേ പേരുണ്ട്, പാകിസ്ഥാനി ടീച്ചേഴ്സ് ഉണ്ട്, ഉസ്ബെക്കി പ്രൊഫസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ കൈൻഡ് ഓഫ് പ്രൊഫസേഴ്സ് ഉണ്ട്. നമ്മൾ ഡൗട്ട് ചോദിച്ചാൽ അവർ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, നമ്മൾ ഡൗട്ട് ചോദിക്കണം, കാരണം നമ്മൾ നല്ലോണം റെഫർ ചെയ്ത് നല്ലോണം പഠിച്ചിട്ട് നമ്മൾ അവരോട് ഡൗട്ട് ചോദിച്ചാൽ അവർ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ പറ്റിയിട്ട് ഇവിടെ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ ഫുഡിൻ്റെ കേസ്, ഫുഡ് കുറച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഹോസ്റ്റൽ ഫുഡ് ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ തന്നെയുള്ളൂ. പിന്നെ ഇവിടെ ഫിഷ് അവൈലബിൾ അല്ല. സോ ഫിഷ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിലൊക്കെ ഫിഷ് ഇല്ലാണ്ടൊന്നും ചോറ് കഴിക്കത്തില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പം മാറി. ഇപ്പം ഞാൻ നിയർലി 4 months ആകുമ്പോൾ ഒരു ഫിഷിൻ്റെ ഒരു പീസ് കഴിച്ചിട്ട്, മനസ്സിലായോ? സോ ഞാനിപ്പോൾ നിയർലി 4 months ആയി ഫിഷൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഓരോ പുതിയ കൺട്രിയിൽ പോകുമ്പോഴത്തേനും നമ്മൾ അവിടുത്തെ കൾച്ചർ, നമ്മൾ അവിടുത്തെ സാഹചര്യമായിട്ട് നമ്മൾ അഡാപ്റ്റ് ആവണം. ഓക്കെ, അതന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെ കേസ്, ഫ്രണ്ട്സൊക്കെ ഓക്കെയാണ്, ഫ്രണ്ട്സിനെല്ലാം കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലൈഫും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ആരൊക്കെ എബ്രോഡ് MBBS അല്ലെങ്കിൽ എബ്രോഡ് MBBS ചൂസ് ചെയ്യണം. പിന്നെ ഒരു പ്രശ്നം, എബ്രോഡ് MBBSൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ നാട്ടിൽ 5 years ആണ്, 5.5 years ആണ് ഇൻക്ലൂഡിങ് ഇൻറ്റേൺഷിപ്പ്. പക്ഷേ എബ്രോഡ് വരുമ്പോൾ 6 years ആണ്. എന്ന് വെച്ചാൽ 5 years കോഴ്സ് പ്ലസ് 1 year ഇൻറ്റേൺഷിപ്പ്. എന്നിട്ട് നമ്മൾ 6 months കഴിഞ്ഞിട്ട് നാട്ടിൽ FMG എഴുതണം. അപ്പോൾ നാട്ടിൽ പോകുന്ന കേസാട്ടോ പറയുന്നത്. അപ്പോൾ നാട്ടിൽ FMG എഴുതുമ്പോഴത്തേനും അവിടെ ഒരു 6 months ലാഗ് ആവണം. ഫസ്റ്റ് തന്നെ നമ്മൾ FMG ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെയും ഒരു 6 to 8 months നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു ഹോസ്പിറ്റലിൽ ഇൻറ്റേൺ ആയിട്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ 1 year ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ PG നോക്കുന്നതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ജനറൽ പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ MBBS എന്നൊരു ഡിഗ്രി 5.5 year കൊണ്ട് തീരുകയാണ്, അല്ലെങ്കിൽ നിയർലി 6 year കൊണ്ട് തീരുകയാണ്. ബട്ട് നമ്മൾ എബ്രോഡ് വന്ന് പഠിച്ചാലുള്ള ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ പഠിച്ച് നാട്ടിൽ എക്സാം എഴുതി അവിടെ ഒരു MBBS ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നിയർലി ഒരു 8 years ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതാണ് ഒരു ചെറിയ പ്രശ്നം. 8 അല്ലെങ്കിൽ 7 to 8 years വേണ്ടി വരും. സോ അത് ഒരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ റീസെർച്ച് ചെയ്തിട്ടാണ് ഇവിടെ എബ്രോഡേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് അറിയാം. സോ ഇവിടെ വന്നിട്ട് അങ്ങനെ അതിൻ്റെയൊക്കെ അങ്ങനത്തെ ഒരു റൂട്ട് എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് അന്വേഷിച്ച് പോകേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഇനി എബൌട്ട് ഉസ്ബെക്കിസ്ഥാൻ. സോ ഉസ്ബെക്കിസ്ഥാനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി സ്ഥലമാണ്, ഭയങ്കര ക്ലീൻ സ്ഥലമാണ്. നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല, ഭയങ്കര ക്ലീൻ വെച്ചാൽ ഭയങ്കര ക്ലീൻ പ്ലേസ് ആണ്. ആൾക്കാർക്കൊക്കെ കുറേ പേർക്കൊക്കെ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. എങ്കിലും കുറച്ച് പേർക്കൊന്നും നമ്മൾ അത്ര അങ്ങോട്ട് സെറ്റ് ആവത്തതും ഇല്ല. നമ്മളെയൊക്കെ കാണുമ്പോൾ നമ്മളോട് ചോദിക്കും പാകിസ്ഥാനി ഓർ ഹിന്ദുസ്ഥാനി, ഇങ്ങനെയാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഉസ്ബെക്കിസ്ഥാനിലെ ഒരു ആൾക്കാരുടെയൊക്കെ നമ്മൾ ഇന്ത്യൻസിനോടുള്ള ഒരു അപ്രോച്ചൊക്കെ. പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ കുറേ സ്റ്റാഫുകളുണ്ട്, അവരൊക്കെ ഭയങ്കര സ്നേഹമാണ്, പാവമാണ്.
പിന്നെ ഫുഡ്. ഉസ്ബെക്കിസ്ഥാനിലെ ഫുഡ് എന്ന് വെച്ചാൽ പൊതുവേ ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലത്തെ പോലെ ഭയങ്കരമായിട്ട് സ്പൈസി ഫുഡൊന്നും അങ്ങനെ കഴിക്കൂല, മനസ്സിലായോ? അങ്ങനെ ഭയങ്കരമായിട്ട് എരിവുള്ളൊന്നും യൂസ് ആക്കൂല. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ മസാലയൊക്കെ ഭയങ്കര കുറവാണ്. ജസ്റ്റ് ഇങ്ങനെ ബട്ടറിനകത്തോ അല്ലെങ്കിൽ എന്തിനേലും പൊരിച്ച് തരുന്നു, അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. അപ്പം ചില ഫുഡൊന്നും നമുക്ക് അങ്ങനെ പിടിക്കൂല, ചിലതൊക്കെ ഓക്കെയാണ്. ഇങ്ങനെ ഇങ്ങനെ പോവാം, ഓക്കെ ആയിട്ട് പോവാം, അത്രേ ഉള്ളൂ.